വ്യാജ ആധാർ കാർഡുകൾ കുറേ കാലമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട്. അതായത് വ്യാജ ആധാർ കാർഡുമായി നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും, ബംഗാളിലും ആസാമിലുമുള്ള സംസ്ഥാനങ്ങളിൽ, നമ്മുടെ എറണാകുളത്ത് പെരുമ്പാവൂർ വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കി മ്യാൻമറിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ വന്ന ആളുകൾ ഇന്ത്യക്കാരെന്നുള്ള ഭാവേന താമസിക്കുന്നു. ഏതാണ്ട് 5 ലക്ഷം പേരുണ്ടെന്നാണ് മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട്. അത് അക്കാര്യത്തിൽ വലിയൊരു വീഴ്ച നമ്മുടെ സമാജത്തിനുണ്ടായിട്ടുണ്ട്. പൊതുവെ നമ്മൾ ഈ കാര്യത്തിൽ ഒട്ടും ശ്രദ്ധിക്കാറില്ല. ആർക്കും എപ്പോഴും കയറി വരാവുന്ന ഒരു വഴിയമ്പലമാണ് ഭാരതം എന്ന് നമ്മൾ തന്നെ വിശ്വസിക്കുന്നു. പരിചയമില്ലാത്തൊരാൾ, ഏതോ അന്യനാട്ടിൽ നിന്ന് വന്ന ഒരാൾ നമ്മുടെ അയൽവക്കത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പോലീസിൽ അറിയിക്കുകയോ പിടിക്കുകയോ വല്ലതും ചെയ്യുമോ? ഒന്നും ചെയ്യില്ല. അയാളവിടെ താമസിച്ചിട്ട് നമുക്കെന്ത് തലവേദന. ഇതാണ് നമ്മളൊരു ഭാവം. ഇതിനകത്ത് റോഹിംഗ്യ മുസ്ലിംസ് മാത്രം എടുക്കുക. ഇവർ 14,000 പേര് 2018 തന്നെ 14,000 പേര് ഇങ്ങനെ താമസിക്കുന്നതായിട്ട് കയറി വന്നവരിൽ, ബാക്കി ബംഗ്ലാദേശി അത് ഇതൊക്കെ പോട്ടെ, റോഹിംഗ്യൻ മുസ്ലിംസ് മാത്രമാണ് ഞാൻ പറയുന്നത്. 14,000 പേര് ഈ വക സാധനങ്ങളെല്ലാം ആധാർ കാർഡ് സംഗതിയൊക്കെ ആയിട്ട് താമസിക്കുന്നുണ്ട്. അവർ താമസിക്കുന്നത് ജമ്മു, രാജസ്ഥാൻ, കർണാടക, കേരളം, ഈ 4 സ്ഥലത്താണ്. റോഹിംഗ്യ എന്ന് പറയുന്ന പ്രദേശം മ്യാൻമറിലാണ്, കിഴക്കാണ്, ഭാരതത്തിൻ്റെ കിഴക്കാണ്. ഇവർ അഭയാർത്ഥിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവർ താമസിക്കേണ്ടിയിരുന്നത് ബംഗാൾ, ആന്ധ്ര, ഒറീസ, ഈ പ്രദേശത്തൊക്കെയാണ്. അവിടുന്ന് കിഴക്കുന്ന് വരികയാണില്ല. വന്ന് അവിടെ വന്നിറങ്ങി ബോട്ടിലോ ഒക്കെ എങ്ങനെയെങ്കിലുമൊക്കെ വന്നിറങ്ങി ജീവൻ രക്ഷിക്കാനായിട്ട് വന്നു. അവിടെ ടെൻറ്റുകളിൽ താമസിക്കുക. ഈ അഭയാർത്ഥി പ്രവാഹം എന്ന് പറയുന്നത് ആഗോളതലത്തിൽ നടക്കുന്നൊരു സാധനമാണ്. ആ ഒരു ടെൻറ്റ് കിട്ടി എന്നിട്ട് എന്തെങ്കിലും ചാപ്പാടുമൊക്കെ കൊടുത്ത് അവരവിടെ ഇടും, നമുക്ക് ഹാൻഡിൽ ചെയ്യാം, ഡീൽ ചെയ്യാം, മറ്റേ രാജ്യമായിട്ട് സംസാരിച്ച്. ഇങ്ങനെയൊക്കെയാണ് അഭയാർത്ഥി. ഈ അഭയാർത്ഥി എന്ന് പറഞ്ഞത് ഇവനെ ആദ്യം ലൊക്കേറ്റ് ചെയ്യുന്നത് തന്നെ ജമ്മുവിലാണ്. ആരെ ഇവന് ജമ്മുവിൽ പോകാനുള്ള വഴി പറഞ്ഞു കൊടുത്തത്? അവിടം വരെ ആര് ട്രാൻസ്പോർട്ട് ചെയ്തു ഇവനെ? രാജസ്ഥാനിൽ എത്ര ദൂരം ഉണ്ടെന്ന് നോക്കണം. ബർമ ടു രാജസ്ഥാൻ, അതുപോലെ കർണാടക, അതുപോലെ കേരളം. കോസ്റ്റൽ ഏരിയയിൽ സുനിൽ നോക്കിക്കോളൂ. കർണാടകത്തിൽ കോസ്റ്റൽ ഏരിയയിൽ ഏറ്റവും അധികം സ്ഥലം വാങ്ങുന്നത് മാലദ്വീപ്സുകാരാണ്. മാലദ്വീപിൽ ഒരു ചെറിയൊരു പരിഭ്രമം എപ്പോഴും അവർക്ക് ഉള്ളിലുണ്ട്. ഈ ഗ്ലോബൽ വാർമിങ് കാരണം ആദ്യം മുങ്ങിപ്പോകുന്നത് മാലദ്വീപ്സ് ആയിരിക്കും എന്ന് ഒരു ഒരു കിംവദന്തി അവിടെ. അവരുടെ പ്രസിഡന്റ് പണ്ട് UN പ്രസംഗം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ബാക്കപ്പ് എന്നുള്ള നിലയ്ക്ക് മാലദ്വീപുകാർ ഏറ്റവും അധികം സ്ഥലം വാങ്ങുന്നത് കോസ്റ്റൽ കർണാടകയിലും കോസ്റ്റൽ കേരളത്തിലുമാണ്. മാലദ്വീപ്സ് വാങ്ങുന്നത് അവിടുത്തെ ആൾക്കാരുടെ കയ്യിലാണ് ആ ഭൂമി. അതെങ്ങനെ വിദേശികൾക്ക് ഇവിടെ പ്രോപ്പർട്ടി അവർ വാങ്ങിയിട്ടുണ്ട്? ഇത് തന്നെ എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് അവർ കൈക്കലാക്കിയിരിക്കുന്നു ഭൂമി. നമ്മളാണെങ്കിൽ വി ആർ ബ്ലിസ്ഫുള്ളിയാണ് പറയുന്നത്. ഇപ്പോൾ ഭാരതത്തിൻ്റെ മൊത്തം വിസ്തൃതി എത്രയാണെന്ന് ചോദിച്ചാൽ എത്ര പേർക്കറിയാം? 30.8 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ. ഇതാണ് ഭാരതത്തിൻ്റെ വിസ്തൃതി എന്ന് പറയും. ഒരു 4 വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ 4 രീതിയിൽ കാണും കേട്ടോ. എന്നാലും 30.8. ഈ 30.8 നമ്മളുടെ ഭൂമിയുടെ വിസ്തൃതിയാണ്, ലാൻഡ്. കടൽ എത്രയുണ്ട് നമുക്ക്? 2 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ കടൽ ഇന്ത്യക്ക് ചേർന്ന് കിടക്കുന്നത് അത് നമ്മുടെയാണ്, നമ്മളുടെ ടെറിട്ടറിയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറഞ്ഞിട്ട് 10-12 കിലോമീറ്റർ ദൂരെ വരെ ഉള്ള സ്ഥലം. 12 കിലോമീറ്ററാണ്, എനിക്ക് ആ കിലോമീറ്റർ ഓർമ്മയില്ല. പക്ഷേ സ്ക്വയർ കിലോമീറ്റേഴ്സ് 20 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ കടൽ നമ്മളുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണാണ്. അപ്പോൾ 30 + 2 + 20, ഇത്രയും സ്ഥലം നമ്മുടെയാണ്. ഞാനിപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? സുനിൽ പറഞ്ഞു. ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ബീഹാർ, അങ്ങനെ പോയിട്ട് കാശ്മീർ, ആസാം. എപ്പോഴെങ്കിലും കേരളം എന്ന് പറയാൻ തോന്നുമോ? കേരളം ഒരു അതിർത്തി സംസ്ഥാനമാണ്.
തമിഴ്നാട് ഒരു അതിർത്തി സംസ്ഥാനമാണ്. ഇപ്പോൾ കടലായതുകൊണ്ട് അതിർത്തി അല്ലാതെ അതൊന്നുമില്ലല്ലോ. ബട്ട് നമ്മുടെ മനസ്സിൽ അതിർത്തി എന്ന് പറയുമ്പോൾ തന്നെ ലാൻഡ് അതിർത്തി, കടൽ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. നെപ്പോളിയൻ പറഞ്ഞിരുന്നു, കടൽ ഭരിക്കുന്നവൻ കര ഭരിക്കും, പണ്ട് പറഞ്ഞതാണ്. അങ്ങനെയാണ് ഇവരെല്ലാം. ബ്രിട്ടീഷുകാരെ നോക്ക്, ദേവർ നേവി, ദേവർ നോട്ട് അറ്റ് ഓൾ ആൻ ആർമി. ബ്രിട്ടീഷ് ആർമി എന്ന് പറയുന്ന സാധനം ഇല്ല, പേരിന് കുറച്ച് പേർ. നേവൽ പവറാണ്. ഫ്രാൻസ് നേവൽ പവറാണ്, ജർമ്മനി നേവൽ പവറാണ്. ഹിറ്റ്ലർ കളിച്ചത് നേവിയെ വെച്ചിട്ടാണ്. ജർമ്മനിയുടെ പ്രധാന ആയുധം നേവിയാണ്. ഇപ്പോൾ അമേരിക്കൻ കപ്പൽപ്പട. അതെ അതെ, അമേരിക്കൻ പട്ടാളക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-3-7 പേരുണ്ടാവും. 7th ഫ്ലീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കടലാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. കടൽ ഭരിക്കുന്നവനാണ് കര ഭരിക്കുന്നത്. ഇത് നമ്മുടെ തലയിൽ ഇന്ന് വരെ കയറിയിട്ടില്ല. രാഷ്ട്രീയക്കാരുടെയും കയറിയിട്ടില്ല, പൊതുജനങ്ങളുടെ പറയാനുമില്ല. പൊതുജനങ്ങൾക്കൊരു ചുമതലയില്ലേ? ഇവരൊക്കെ ഇങ്ങനെ വരികയും താമസിക്കുകയും എന്തൊക്കെയാണ് ആധാർ ഏജൻസി എന്നൊക്കെ പറയുന്നു, അവിടെ എന്തൊക്കെയോ നടക്കുന്നു. ആരുടെ ഇതെന്താ സംഭവം? പോലീസ് സ്റ്റേഷനിൽ 4 പേര് പോകുന്നു, സാറേ ഇതെന്താ, ഒരു പരിചയവും സംഗതിയില്ലാത്ത കുറച്ച് പേര് വരുന്നു, താമസിക്കുന്നു, ആധാർ എന്ന് പറഞ്ഞ് എഴുതി വെച്ച് എന്താ നടക്കുന്നത്? സാറെന്താ നോക്കിയിരിക്കുന്നത്? ഈ ഒരു പൊതുജനങ്ങളുടെ ഒരു പ്രഷർ വേണ്ടേ? അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറയാൻ കാര്യം. പാകിസ്ഥാന് ഒരു കാര്യം വ്യക്തമാണ്, ഇന്ത്യയെ തകർക്കണം. ഇന്ത്യക്ക് ഈ കാര്യം വ്യക്തമാണ്, പാകിസ്ഥാനെ എങ്ങനെ ഡീൽ ചെയ്യണം. 138 അഭിപ്രായമാണ് നമ്മൾ തമ്മിൽ. ചൈനയ്ക്ക് ഒരു കാര്യം വ്യക്തമാണ്, ഇന്ത്യയെ ജീവിക്കാൻ സമ്മതിക്കരുത്. ഇന്ത്യക്ക് ചുറ്റും അവരവരുടെ താവളം ഉണ്ടാക്കിയിട്ടുണ്ട്. ബർമ്മയുമായിട്ട് അവർക്ക് ബർമ്മയിൽ താവളമുണ്ട്. ശ്രീലങ്കയിൽ ഹമ്പൻതോത്ത പോർട്ട് അവരുടെയാണ്. പാകിസ്ഥാനിൽ നിന്ന് ഗദറോ അങ്ങനെ എന്തോ ഒരു താവളം അവർ വാങ്ങിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മളെ 4 വശത്തു നിന്നും അവർ പൂട്ടിയിട്ടുണ്ട്. എന്തിന്? ഹിമാലയത്തിൽ ടിബറ്റൻ ബുദ്ധിസ്റ്റ് സന്യാസി എന്നൊക്കെ പറഞ്ഞ് പല മൊണാസ്ട്രിയൊക്കെ നടത്തുന്നത് ചൈനക്കാരാണ്. അവർ നമ്മൾ വിചാരിക്കുന്ന ഈ ദലൈലാമ ടൈപ്പ് ബുദ്ധിസ്റ്റുകളല്ല. ആ ഒരു കൾച്ചറൽ ഇൻവേഷനാണ് ചൈനയുടെ. നമ്മൾ അത് മനസ്സിലാക്കില്ല. നമുക്കത് മനസ്സിലാക്കണമെന്നില്ല. നമ്മൾ ചൈനയെ പറ്റി പഠിക്കില്ല, പാകിസ്ഥാനെ പറ്റി പഠിക്കില്ല, ബർമ്മയെ പറ്റി പഠിക്കില്ല. പറഞ്ഞ പോലെ ചൈനയെക്കുറിച്ചൊരു ബുക്ക് പോലുമില്ല, കിട്ടാനില്ല. ഇത് നമ്മൾ ചെയ്യില്ല. ഇത് ജനങ്ങളുടെയും കൂടെ ബാധ്യതയാണ്. ഒരു സർക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ എത്ര ചെയ്യാൻ പറ്റും? സർക്കാരിന് 110 തടസ്സങ്ങളും ഉണ്ടാകും. അല്ല, ഇപ്പോൾ തന്നെ 5 ലക്ഷം പേരെ ഒരു ഗവൺമെൻറ് എങ്ങനെ കണ്ടുപിടിക്കും? വ്യാജ ആധാർ കാർഡുമായി വന്നിരിക്കുന്ന 5 ലക്ഷം പേരെ ഇനി കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർ സമ്മതിക്കുമോ? അതെ അതെ, അതല്ലേ CAA NRC ഒക്കെ ഒന്നും സമ്മതിക്കാത്തത്. ഞങ്ങളൊന്നും ഒരു കടലാസ് ഹം കാഗസ് നെയ് ദിഖായെങ്കിൽ, ഒരു കടലാസും ഞാൻ കാണിക്കില്ല. ഒരു കേന്ദ്ര സർക്കാരിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നോട് പറഞ്ഞത്, ഒരു കടലാസും ഞാൻ കാണിക്കില്ല. ഞാൻ പറഞ്ഞു, താനും തൻ്റെ കുടുംബം അടക്കം പോയി കടലാസ് കാണിക്കും മോദിയെ, കാണിച്ചു തരണോ? അതെങ്ങനെ? ഞാൻ പറഞ്ഞു, തൻ്റെ പെൻഷൻ കട്ട് ചെയ്യും. എന്ത് ചെയ്യും താൻ? അല്ല, അത് അങ്ങനെ ചെയ്യുമോ? ഞാൻ പറഞ്ഞു, ചെയ്യും. ഞാൻ കംപ്ലയിൻ്റ് എഴുതാൻ പോകുന്നത് എൻ്റെ പേരിൽ. താനിങ്ങനെയൊക്കെ പറഞ്ഞ് നാട്ടിൽ കല ഉണ്ടാക്കുകയാണ്, തനിക്ക് പെൻഷൻ കൊടുക്കരുതെന്ന് പറഞ്ഞ്. കാരണം എങ്ങനെ പെൻഷൻ കൊടുക്കാതിരിക്കാമെന്ന് നോക്കിയിട്ടാണ് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ. കാരണം പെൻഷൻ്റെ ചിലവ് എത്രയാണ്? അതെ അതെ. അപ്പോൾ ഒന്നെങ്കിലും ഈസ് അണ്ടർ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞ് എഴുതി വെച്ച് അവിടെ തടഞ്ഞു പണിയായി. അപ്പോൾ അയാൾ പേഴ്സണലി, അല്ല മോഹൻദാസ്, ഞാൻ ഈ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു എന്നുള്ളതല്ല, ഞാൻ വെറുതെ ഒരു വരട്ടെ എഴുതാം. ഞാൻ എഴുതി കഴിഞ്ഞാൽ ഏത് പട്ടിയെ അവിടെ നീ അങ്ങേരുടെ പെൻഷൻകാരൻ നിന്ന് പോയാൽ ടിജിക്ക് നാട്ടിലേക്ക്. അല്ല, ഇത് ധാർഷ്ട്യത്തിനൊരു കുറവ് വേണ്ടേ? ഒരു കടലാസും ഞാൻ കാണിക്കില്ല, ഒരു പൗരധർമ്മവും ഞാൻ നിർവഹിക്കുകയില്ല. എല്ലാം ആർക്ക് വേണ്ടി? മുസ്ലിങ്ങൾക്ക് വേണ്ടി. പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും കടന്നു വന്ന, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇവിടെ നിന്നൊക്കെ കടന്നു വന്ന മുസ്ലിങ്ങൾക്ക് പൗരത്വം കൊടുത്ത് അവരുടെ കാല് കഴുകി വെള്ളം കുടിച്ചിട്ടേ കമ്മ്യൂണിസ്റ്റുകാരന് അടങ്ങുള്ളൂ. അവൻ്റെ പേര് ഹിന്ദു എന്നും, താമരാക്ഷൻ പിള്ള. അംബികാവിലാസം. എന്ത് ചെയ്യുമെന്ന് പറയാം? ഇത്ര രാജ്യദ്രോഹം ഇങ്ങനെ ഇൻബിൽറ്റായിട്ട് അസ്ഥിക്കുള്ളിൽ, മജ്ജയ്ക്കുള്ളിൽ കയറി കഴിഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാരുടെ അടിസ്ഥാന പ്രമാണമാണത്. രാജ്യം പാടില്ല, അന്താരാഷ്ട്രമാണ്. അതിർത്തികളില്ലാതാവണം. അതിർത്തികളിൽ അതിരുകളില്ലാത്ത ലോകം. അതിലില്ല, കണ്ടവൻ കൊണ്ടുപോകും. എന്നിട്ട് ഇവൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴോ അവിടെ 12 പട്ടിയും വലിയ ഗേറ്റും സംഗതിയും കാവൽക്കാരനും ഒക്കെ ആയിട്ടാണ് ഇവനിരിക്കുന്നത്. ഇതിനകത്തിരുന്നോണ്ട് 5-6 ക്യാമറ വേറെ. ഇതിനകത്തിരുന്നോണ്ട് ഒരു ചെറിയ മൊബൈലിൽ ഇവൻ
അതിരുകളില്ലാത്ത കണ്ടവൻ്റെ പിടിച്ചുകൊണ്ട് പോകും. ഇത് ചെയ്യുന്ന ഒരു ജനത. ഇപ്പോൾ ഇച്ഛാശക്തിയുള്ള മോദിയെ പോലെ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ട് പോലും CAA വരുന്ന തടസ്സങ്ങൾ നോക്കും. NRCയെ പറ്റി സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല, വിചാരിക്കാൻ പറ്റില്ല. ശരിയാണ്. പറഞ്ഞാൽ അടി കിട്ടുമെന്നുള്ള സ്ഥിതിയാണ്. നാഷണൽ രജിസ്റ്റർ ഫോർ സിറ്റിസൺഷിപ്പ്, ഈ നാട്ടിലെ പൗരൻ ആരാണ് എന്ന് അറിയാൻ നിങ്ങൾക്ക് അധികാരമില്ല എന്നാണ്. ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഈ ആധാർ കാർഡ് വെച്ചിട്ട് ഇവർക്ക് റേഷൻ കാർഡ് എടുക്കാൻ പറ്റും, വ്യാജ കാർഡ്. പക്ഷേ ഇത് വ്യാജമാണോ ഇല്ലയോ എന്ന് അറിയാനുള്ള മെക്കാനിസം ഇല്ലേ? മെക്കാനിസം ഉണ്ട്. ദാറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഇത് എത്ര പേരുടെ എത്രയാണെന്ന് വിചാരിച്ചാൽ ഒരുത്തൻ വരുന്നു, അവൻ്റെ നമ്പർ. ഇതിനൊരു സംവിധാനം എന്താ, അത് ജെനുവിനാണോ അല്ലയോ എന്നറിയാനായിട്ട് ഇവിടുത്തെ ജെനുവിൻ പൗരൻ ആരാണെന്ന് അറിയണം. സംവിധാനം ഞാൻ പറയട്ടെ, ഒറ്റ ദിവസം കൊണ്ട് മുഴുവൻ ആധാർ കാർഡ് റദ്ദാക്കുക. ദാറ്റ് ഈസ് അനദർ ഹാവക്. ബിക്കോസ് ആധാർ കാർഡ് നമ്മൾ എവിടെയെല്ലാം ലിങ്ക് ചെയ്തിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടിൽ ലിങ്ക് ചെയ്ത്, റെയിൽവേ ബുക്കിങ്ങിൽ ലിങ്ക് ചെയ്ത്, ഒരുപാട് സ്ഥലത്ത് ആധാർ കാർഡ് ലിങ്ക് ചെയ്ത് കഴിഞ്ഞു. നൗ നിങ്ങളത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ദർ വിൽ ബി ഹാവക്. ഞാനത് അനുഭവിച്ചതിനാണ്. ജസ്റ്റ് ഫോർ ചേഞ്ചിങ് മൊബൈൽ സർവീസ് പ്രൊവൈഡർ മാറ്റാനായിട്ട്, സർവീസ് പ്രൊവൈഡറെ മാറ്റിയിട്ട് പുതിയ പ്രൊവൈഡറുമായിട്ട് ഈ ആധാർ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു തവണയും മറ്റോ നമ്പർ തെറ്റി 2 or 3 അറ്റംപ്റ്റ് ചെയ്യാൻ നടത്തി. ആധാർ ഫ്രീസായി. അതോടെ ഞാനെന്ന മനുഷ്യൻ ഇല്ലാതെയായി. പിന്നെ ഞാൻ ആധാർ ആഫീസിൽ പോയിട്ട് അവരോട് പറഞ്ഞു. അവർ പറഞ്ഞു ഒരാഴ്ച എടുക്കും. ഞാൻ പറഞ്ഞു ഒരാഴ്ച ഞാനില്ല. അപ്പോൾ അവർ പറഞ്ഞു ഒരാഴ്ച TG മോഹൻദാസ് റെക്കോർഡിലില്ല. TG മോഹൻദാസ് എന്ന് പറഞ്ഞാൽ പൗരനില്ലെന്ന്. പിന്നെ ഞാൻ ഈ നിൽക്കുന്ന ഞാനോ? അവർ പറഞ്ഞു അല്ല ഒരാഴ്ച എടുക്കും, അത് കഴിയുമ്പോൾ അത് ശരിയാക്കും, പരിഭ്രമിക്കേണ്ട. ഞാൻ പറഞ്ഞു എനിക്ക് പരിഭ്രമമൊന്നുമില്ല, ബട്ട് ടെക്നിക്കലി ഐ എം നോട്ട് ദെയർ ഫോർ 1 വീക്ക്. ഇൻട്രൂഡേഴ്സ് ഇത്രയും ഭീമമായ 5 ലക്ഷം 10 ലക്ഷം. അപ്പോൾ അത് ഇല്ല, അതിന് യു ഹാവ് ടു ഹാവ് എ ഡിവൈസ് സംഭവം. ഇത് ചെയ്യാനായിട്ടാണ് ആദ്യം ഇവിടുത്തുകാരൻ ആരാണെന്നൊന്ന് എണ്ണി നോക്കാമെന്ന് വെച്ചാൽ അത് സമ്മതിക്കില്ലല്ലോ. കാഗസ് നെയ് ദിക്കായെങ്കിൽ. ഇപ്പോൾ മട്ടാഞ്ചേരിയിൽ താമസിക്കുന്ന കള്ളന്മാർ എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് മോഹൻദാസിനോട് ചോദിക്കുന്നു, നിങ്ങൾ ഇവിടുത്തുകാരനാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയില്ല, ഞാൻ ഒരു വിവരവും പറയില്ല. എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ഈ NRC വേണം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒറിജിനൽ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി വ്യാജൻ എന്ന് തീരുമാനിക്കാം. ഇത് ഒറിജിനൽ തന്നെ പറയുന്നു ഞാനൊരു വിവരവും തരില്ല, വ്യാജൻ പറയുന്നു ഞാൻ എല്ലാ വിവരവും തരാം. അപ്പോൾ വ്യാജൻ ഒറിജിനലായിട്ട് മാറി, ഇയാൾ മോശക്കാരൻ. നാളെ സംഭവിക്കാൻ പോകുന്നത് ഇതാ. ഈ ഒറിജിനൽ കക്ഷികൾ, ഈ ബലം പിടിച്ച് നിൽക്കുന്നവനുണ്ടല്ലോ, അവൻ പുറത്താകും. മറ്റവൻ സുഖമായിട്ട് വ്യാജന് ഞാൻ ഒറിജിനലാണെന്ന് പ്രൂവ് ചെയ്യാനുള്ള അവസരമാണ്. ഇവൻ പേര് കൊടുക്കില്ല, ഇവൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഞാൻ പിണറായി വിജയൻ്റെ എന്ന് മാത്രമല്ല, ഈ പിണറായി വിജയൻ തന്നെ ഈ വാചകമൊക്കെ അടിക്കുമ്പോൾ ഡിറ്റൻഷൻ സെൻറ്റർ കേരളത്തിലുണ്ടാക്കി ഇതുപോലത്തെ പാർട്ടികളെ പിടിച്ച് താമസിപ്പിക്കാനാണ്. സൈലൻ്റായിട്ട് ഈ ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. പുറത്തുനിന്ന് വന്നവരെ കയറ്റി തിരിച്ചു വിടുക, ഇതൊക്കെ നടക്കുന്നൊക്കെയുണ്ട്. പക്ഷേ അത് പ്രൊപ്പോർഷനേറ്റ് അല്ല. ഇൻഫിൽട്രേഷൻ നടക്കുന്ന അത്രയും നിങ്ങൾക്ക് പുറത്ത് കളയാൻ പറ്റുന്നില്ല. ഭാരതത്തിൻ്റെ അതിർത്തിയിൽ മുഴുവൻ നോക്കിക്കോളൂ, 4 പ്രതിഭാസങ്ങൾ കാണാൻ പറ്റും. ഒന്ന്, വിദേശികൾ സ്ഥലം വാങ്ങുന്നത്, സ്വദേശികൾ പലായനം ചെയ്യുന്നത്, ഒരു വികസനവും ഇല്ലാത്ത അവസ്ഥ, റോഡില്ല, പാലമില്ല, സ്കൂളില്ല, ഒരു തേങ്ങയില്ല. 4, ഇതിനെ ചൊല്ലി ഉണ്ടാകുന്ന ക്രിമിനൽ കേസുകൾ, കള്ളക്കടത്ത്, ഡ്രഗ്സ്, വ്യഭിചാരം, മനുഷ്യക്കടത്ത്, ഇതെല്ലാം. ഈ 4 ഫാക്ടേഴ്സ് ത്രൂ ഔട്ട് ദ ബോർഡേഴ്സ് ഓഫ് ഇന്ത്യ. ഇതിലേറ്റവും ഡേഞ്ചറസ് ആണ് ഒറിജിനൽ ഇൻഹാബിറ്റൻസ്, ഒറിജിനൽ പൗരന്മാരുടെ പലായനം. ഇവരുടെ ഇപ്പോൾ മാൽദീവ്സുകാർ സ്ഥലം വാങ്ങിച്ചു, ബംഗ്ലാദേശി റെഫ്യൂജീസ് വരുന്നു, റോഹിംഗ്യക്കാർ വരുന്നു. അപ്പം ഞാനും സുനിലും എന്താ ചെയ്യുന്നത്? ശരിയാവില്ല, നമുക്ക് കൂത്താട്ടുകുളത്ത് സ്ഥലം മേടിക്കാം. ഇപ്പോൾ മാറാട് നോക്കുക, ആഫ്റ്റർ മാറാട് സംഭവം എത്ര പേര് അവിടെ നിന്ന് സ്ഥലം വിട്ടത് നോക്കുക. ഒറിജിനൽ ഇൻഹാബിറ്റൻസ്, ഒറിജിനലി അവിടെ താമസിച്ചുകൊണ്ടിരുന്നവർ, അവർ കിഴക്കോട്ട് പോയി. അതിൻ്റെ കലാപത്തിൻ്റെ ഒരു ലക്ഷ്യം അത് തന്നെയായിരുന്നു ആയിരിക്കാം. ഞാൻ മാറാട് ഒരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് പറഞ്ഞതാണ്, മാറാട് സംഭവമായിട്ട് കണക്ട് ചെയ്യാനല്ല. ഇത് തീരദേശത്തെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കും. തീരദേശത്ത് ഒരു 50 വർഷം മുമ്പ് താമസിച്ചവരല്ല ഇപ്പോൾ തീരദേശത്ത് താമസിക്കുന്നത്. അവരിൽ കുറഞ്ഞതൊരു 60% അകത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു.
അവിടെ ബാക്കിയുള്ളവരാണ് താമസിക്കുന്നത്. 40%, 35% ഇപ്പോഴും ഉണ്ട്. ഇറ്റ്സ് എ വെരി വെരി ഡേഞ്ചറസ്. വലിയ തലവേദനയാണ്. നമുക്കൊരു കടലുണ്ടെന്നും നമ്മളും കേരളം, തമിഴ്നാട് ഒക്കെ ബോർഡർ സംസ്ഥാനങ്ങളാണെന്നും ആദ്യം നമ്മൾ മനസ്സിലാക്കണം. കരയിൽ നിന്ന് ഇപ്പോൾ കരയിലൂടെ നമുക്ക് ട്രാൻസ്പോർട്ട് ഇല്ലല്ലോ. പണ്ടായിരുന്നു ബാൾട്ടിസ്ഥാൻ, മറ്റേ സിൽക്ക് റൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഇന്ത്യയുടെ 97% കച്ചവടം നടക്കുന്നത് കടലിലൂടെയാണ്. കരയിലൂടെ എവിടെ? ഇപ്പുറത്ത് പാകിസ്ഥാനാണ്, അവിടെ ചൈനയാണ്, പിന്നെ അപ്പുറത്ത് പോകാൻ ഇവിടെ ആസാമിൽ നിന്ന് ഏത് റൂട്ടാവുള്ളത്? ചൈനയുമായിട്ട് നമുക്ക് കരവഴി ഇതില്ല, മാർഗമില്ല. വി ആർ എ ലാൻഡ് ലോക്ക് കൺട്രി എന്ന് പറയും. ലാൻഡ് ലോക്കായിപ്പോയി, കടൽ മാത്രമേ തുറന്നിരിക്കും. ഈ കടലും ഡേഞ്ചറായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം നമ്മുടെ പോർട്ട് വഴിക്കാണ് നമ്മളുടെ കച്ചവടം മുഴുവൻ. ദ ഹോൾ 97% ഓഫ് ഇന്ത്യാസ് കോമേഴ്സ് ഈസ് ഹാപ്പനിങ് ത്രൂ യുവർ പോർട്സ്, നോട്ട് ത്രൂ യുവർ റോഡ്സ്, നോട്ട് ത്രൂ ട്രെയിൻസ്. അല്ല, അത് മനസ്സിലാക്കി കടലിനെ വരുതിയിലാക്കാനുള്ള ശ്രമം നമ്മളിപ്പോഴും നടത്തുന്നില്ല. നടത്തുന്നൊക്കെയുണ്ട്. സാഗർമാല പദ്ധതി ഇതൊക്കെ ആയിട്ട് നമ്മൾ ഓരോന്നായിട്ട് ചെയ്തു വരുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് സഫീഷ്യൻറ്റ്. പോരാ. ഒന്ന്, ഈ ഗവൺമെൻറ് ചെയ്തില്ല എന്നൊക്കെ പറയുന്നത്, പൗരന്മാർക്കൊരു പൗരധർമ്മമില്ലേ? ഗവൺമെൻറ്റിനെ പ്രഷറൈസ് ചെയ്യുക. ഞാൻ പറയട്ടെ, ഈ അനധികൃതമായിട്ട് താമസിക്കുന്ന ആളുകളെ കണ്ടുപിടിച്ച് അവരെ പുറത്താക്കുക എന്ന് പറഞ്ഞിട്ട് ഒറിജിനൽ പെരുമ്പാവൂരുകാരുടെ ഒരു സമരം കണ്ടിട്ടുണ്ടോ? കളക്ട്രേറ്റ് ധർണ, പോലീസ് സ്റ്റേഷൻ മാർച്ച്. ഇവിടെ കുറേ കള്ളന്മാർ എവിടെ നിന്നാണെന്നറിയാമല്ലോ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ഇവരെ കണ്ടുപിടിച്ച് പുറത്താക്കണം. അത് പൗരധർമ്മത്തിൽപ്പെട്ടതാണ്. ദാറ്റ്സ് എ പോസിറ്റീവ് ആക്ഷൻ. അപ്പോൾ സർക്കാർ ശരിയാണ് കേട്ടോ, ഉടനെ ചെയ്തില്ലെങ്കിൽ പ്രശ്നമാകും അവിടെ. ഇത് സർക്കാരിന് ബോധ്യം വരും. ഇത് അത് സർക്കാരിൻ്റെ ജോലിയാണ്. ഞാൻ എന്ത് ചെയ്യാനോ? എൻ്റെ അയൽവക്കത്ത് എനിക്കറിയാം, കഴിഞ്ഞ 2 വർഷമായിട്ട് അവിടെ എന്തൊക്കെയോ നടക്കുന്നൊക്കെ ഉണ്ട്. നമ്മൾ വെറുതെ നമുക്കെന്ത് കാര്യം? ഈ ഒരു ചിന്താഗതി ഡേഞ്ചറസ് ആണ്. പൗരധർമ്മം അനുഷ്ഠിക്കാൻ പൗരന്മാരും തയ്യാറാണ്. രാജ്യസുരക്ഷ എന്ന് പറയുന്നത് സർക്കാരിൻ്റെയും പട്ടാളക്കാരുടെയും എല്ലാം എനിക്കെന്താ കാര്യം എന്ന് തോന്നരുത്. എനിക്ക് എല്ലാ കാര്യവും ഉണ്ട് ഇതിൽ. ഞാൻ അതിർത്തിയിലാണ് താമസിക്കുന്നത്. ഈ ബോധ്യം ഓരോ കേരളീയനും ഉണ്ടാവണം. അല്ല, നമ്മളെ കാണുന്ന ആളുകൾക്ക് ഇതൊരു തിരിച്ചറിവും ഒരു തുടക്കവുമാവട്ടെ. റൈറ്റ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.